പ്രഭാഷകൻ 42-ാം അധ്യായത്തിലെ ചോദ്യങ്ങളാണ് ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 25 ചോദ്യങ്ങളാണ് ഈ ടെസ്റ്റിലുള്ളത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യം 1. കുട്ടികൾക്ക് എന്ത് നൽകുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, നല്ല ശിക്ഷണം. ചോദ്യം 2. കർത്താവിൻ്റെ എന്ത് വചനം വഴി നിർവഹിക്കപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി, പ്രവൃത്തികൾ. ചോദ്യം 3. ആരെ കുറ്റം വിധിക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ എ, അപരാധനെ. ചോദ്യം 4. അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം, അവ എന്തിന് എത്ര ദീപ്തമാണ്? ഉത്തരം ഓപ്ഷൻ സി, കാഴ്ചയ്ക്ക്. ചോദ്യം 5. ആരെക്കുറിച്ചുള്ള വിചാരം പിതാവിൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, മകളെക്കുറിച്ച്. ചോദ്യം 6. പ്രഭാഷകൻ 42-25 പ്രകാരം ഒന്ന് മറ്റൊന്നിന് ഡാഷ്. ഉത്തരം ഓപ്ഷൻ ബി, പൂരകമാണ്. ചോദ്യം 7. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു, എന്ത് അവിടുന്ന് വെളിപ്പെടുത്തുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, നിഗൂഢ രഹസ്യങ്ങൾ. ചോദ്യം 8. ആരാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്? ഉത്തരം ഓപ്ഷൻ സി, സ്ത്രീ. ചോദ്യം 9. ദുശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ ആര് ശത്രുക്കളുടെ മുൻപിൽ പരിഹാസപാത്രമാവും? ഉത്തരം ഓപ്ഷൻ എ, പിതാവ്. ചോദ്യം 10. ആരുടെ പ്രവൃത്തികൾ എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവിൻ്റെ. ചോദ്യം 11. എന്തിൻ്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ സി, കാലത്തിൻ്റെ. ചോദ്യം 12. കൂടുതലോ കുറവോ വരാതെ എന്തിൽ സൂക്ഷ്മത കാണിക്കുക? ഉത്തരം ഓപ്ഷൻ ബി, അളവിലും തൂക്കത്തിലും. ചോദ്യം 13. ഒരു വാക്കും കർത്താവിന് ഡാഷ്. ഉത്തരം ഓപ്ഷൻ എ, മറഞ്ഞിരിക്കുന്നില്ല. ചോദ്യം 14. അവിടുത്തേക്ക് ആരെ ആവശ്യമില്ല? ഉത്തരം ഓപ്ഷൻ ഡി, ഉപദേശകരെ. ചോദ്യം 15. ആരുടെയും ആകാരഭംഗി ഡാഷ്. ഉത്തരം ഓപ്ഷൻ സി, നോക്കിയിരിക്കരുത്. ചോദ്യം 16. എല്ലാ ഇടപാടുകളിലും എന്ത് ചെയ്യണം? ഉത്തരം ഓപ്ഷൻ എ, കണക്ക് വയ്ക്കണം. ചോദ്യം 17. എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്ങ്ങളായി എന്ത് ചെയ്തിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ചോദ്യം 18. നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് എന്ത് ചെയ്യുകയോ അരുത്? ഉത്തരം ഓപ്ഷൻ എ, പാപം. ചോദ്യം 19. പിതൃഭവനത്തിൽ വെച്ച് മകൾ എന്താകുമോ എന്നാണ് പിതാവ് ഭയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ഗർഭിണി.
ചോദ്യം 20. സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും എന്തു ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ ബി കടാക്ഷിക്കുന്നു. ചോദ്യം 21. അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ എന്തു ചെയ്യണം? ഉത്തരം ഓപ്ഷൻ ഡി പൂട്ടി സൂക്ഷിക്കണം. ചോദ്യം 22. കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവർത്തികൾ അവിടുത്തെ ആർക്കുപോലും അവർണ്ണനീയമാണ്. ഉത്തരം ഓപ്ഷൻ സി വിശുദ്ധർക്ക്. ചോദ്യം 23. വസ്ത്രങ്ങളിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് എന്തു വരുന്നു? ഉത്തരം ഓപ്ഷൻ എ ദുഷ്ടത. ചോദ്യം 24. അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ശണ്ട കൂടുന്ന വൃദ്ധനെയോ എന്ത് ചെയ്യുന്നതിൽ ലജ്ജിക്കേണ്ട? ഉത്തരം ഓപ്ഷൻ ബി ഉപദേശിക്കുന്നതിൽ. ചോദ്യം 25. സ്നേഹിതരുടെ പിതൃസ്വത്ത് എന്താണ് ചെയ്യുക? ഉത്തരം ഓപ്ഷൻ ഡി വിഭജിക്കുക. അപ്പോൾ എല്ലാവർക്കും എത്ര മാർക്കാണ് കിട്ടിയത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.